സംഘാടകരോടൊക്കെ പറ്റുന്നവരോടൊക്കെ പറയാറുണ്ട്, അത് മൈക്കൊന്ന് റാഹത്തായി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ റാഹത്താണല്ലോ. ഒരു കല്യാണത്തിന് എന്നാൽ അവിടെ തിന്നാനുള്ള ഭക്ഷണം ശരിയാവണം. വേൾന്നൊക്കെ പറഞ്ഞാൽ ലേറ്റൊന്നും ഇല്ലെങ്കിലും മൈക്ക് ശരിയായാൽ അത് 100% വിജയിച്ചു. അപ്പോൾ ഹനീഫിൻ്റെ സാന്നിധ്യം വലിയ ഉപകാരം ആണ്. അള്ളാഹു തആല ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. നമ്മുടെ സംഘാടകർ, നമ്മുടെ മൈക്ക് ഓപ്പറേറ്റർമാരൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഹനീഫിന് വേണമെങ്കിൽ ചോദിക്കാൻ പോയിക്കോളൂ, ഇത് ഓക്കെയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അർബഉൻ മിന സആദ, 4 കാര്യങ്ങൾ വിജയത്തിൻ്റെ, ലോകത്ത് വിജയം നമുക്ക് സാധ്യമായതിൻ്റെ അടയാളങ്ങളാണ് 4 എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് അൽ മർഅത്തു എന്നാണ്. അൽ മർഅത്തു സ്വാലിഹ, നല്ല സച്ചരിതയായ ഒരു ഭാര്യ ഒരാൾക്ക് ലഭിച്ചാൽ ദുനിയാവിലെ ആമീൻ അൽ മസ്കനു സ്വാലിഹ്, നിങ്ങളുടെ ഇസ്സത്തിനനുസൃതമായ ഒരു റാഹത്തുള്ള ഭവനം, ഇതും കൂടെ കിട്ടിയാൽ നല്ല സ്വാലിഹത്തായ ഭാര്യ, നല്ല ഒരു ഭവനം. 4-മത്തേത്, അതോടുകൂടെ ഈ ദുന്യാവിൽ കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ പൂർത്തിയാവുകയാണ്. ഈമാനും തഖ്വയും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ 4-മത്തേത് വൽ മർക്കബുൽ ഹനി, യാത്ര ചെയ്യാൻ സൗകര്യമുള്ള ഒരു വാഹനം. ഇത് ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാക്കുന്നതിന് ഒരു വിരോധവുമില്ല. നല്ലൊരു വീട് വെച്ചു, സൗകര്യമുള്ളൊരു വാഹനം. ദീർഘയാത്ര ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയ വാഹനത്തിൽ പോയാൽ പോയി പോകും, ബാക്ക് പെയിൻ വന്നു കളയും. അപ്പം നമുക്ക് അള്ളാഹു നിഅമത്ത് തന്നിട്ടുണ്ടോ, അഹങ്കരിക്കരുത്, ആരോടും മേന്മ കാണിക്കരുത്. അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നല്ലൊരു വാഹനത്തിൽ ഒരാൾ സഞ്ചരിച്ചാൽ അള്ളാഹുവിൻ്റെ നിഅമത്തിന് ശുക്ർ ചെയ്യേണ്ട ഒരു സമയമാണത്. അതൊരു സൗഭാഗ്യമാണ്. നല്ലൊരു ഭവനം, നല്ലൊരു അയൽവാസി. പിന്നെ പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹ, നല്ല ഒരു ഭാര്യ എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സഹോദരിമാർ, അവരൊക്കെ ഉമ്മമാരാണ്, ഭാര്യമാരാണ്, പെൺകുട്ടികളാണ്, സഹോദരിമാരാണ്, കുടുംബിനികളാവേണ്ടവരാണ്. സർവശക്തനായ അല്ലാഹു സ്വലാഹും നന്മയും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്പെയിനിൽ മുസ്ലിം ഭരണകാലം 600 സൽസ്വഭാവികളാണോ അല്ലേ എന്ന് ഒരു വീടിന്റെ പരിസരം കണ്ടാൽ അറിയാം എത്രത്തോളം വൃത്തിയും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ വീട്ടുകാരെന്ന്. ലിയത്തഖിദ അഹദുകും ഖൽബൻ ഷാകിറാ വലിസാനൻ ദാകിറാ വസൗജതൻ മുഅ്മിനതൻ തുഈനുഹു അലാ അംറിൽ ആഖിറah. 3 കാര്യങ്ങൾ നിങ്ങൾ ഈ ലോകത്ത് ചെയ്തു വെക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തികളോട് പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. ഒന്ന്, ശരിക്കും മനസ്സിലാക്കണേ, ലിയത്തഖിദ അഹദുകും ഖൽബൻ ഷാകിറൻ, അല്ലാഹുവിനോട് നന്ദി പറയുന്ന ഒരു ഹൃദയം, ജനങ്ങളോട് നന്ദി പറയുന്ന ഒരു ഹൃദയം, നാട്ടുകാരോട് നന്ദി പറയുന്ന ഒരു ഹൃദയം, വീട്ടുകാരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, ഉപ്പയോട്, മക്കളോട് നന്ദി പറയുന്ന, ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാവണേ. നന്ദി വലിയ ഒരു വിഷയമാണ്. നന്ദി ഉണ്ടാവുക എന്നത് ജീവിതത്തിലെ മനുഷ്യ സ്വഭാവത്തിന്റെ വലിയൊരു ഗുണമാണ്. ഒരാളോട് നന്ദി പറയാൻ. ഇപ്പൊ നമുക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം, എന്നാലും അവരോട് ഉള്ളതിന് നന്ദി പറഞ്ഞിട്ടേ നമ്മൾ പോകാവൂ. ഖൽബൻ ഷാകിറൻ, നന്ദി വേണം. നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ ഉസ്താദുമാരോട് നന്ദി ഉണ്ടാവുക എന്നത് ജീവിതത്തിലെ മനുഷ്യ സ്വഭാവത്തിന്റെ വലിയൊരു ഗുണമാണ്. ഒരാളോട് നന്ദി പറയാൻ. ഇപ്പൊ നമുക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം, എന്നാലും അവരോട് ഉള്ളതിന് നന്ദി പറഞ്ഞിട്ടേ നമ്മൾ പോകാവൂ. ഖൽബൻ ഷാകിറൻ, നന്ദി വേണം. നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ ഉസ്താദുമാരോട്, നമ്മുടെ മദ്രസയിലെ മുഅല്ലിമീങ്ങളോട്, പള്ളിയിലെ മുഅദ്ദിനിനോട് ഒക്കെ നന്ദി ശുക്ർ കാണിക്കണം. അവരൊക്കെ ചെയ്യുന്ന സേവനം, ഈ ഉമ്മത്തിന്റെ പ്രതിനിധികളാണ് അവരൊക്കെ. അവർ ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ്. ശുക്ർ ചെയ്യണം അവരോട്. നന്ദികേടുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും ഉണ്ടാകരുത്. ലിയത്തഖിദ അഹദുകും ഖൽബൻ ഷാകിറാ, നന്ദിയുള്ള ഹൃദയം നിങ്ങൾ ഉണ്ടാക്കേണമേ. വലിസാനൻ ദാകിറൻ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹും. പിന്നെ പറഞ്ഞു, നിങ്ങൾ വിവാഹിതരാകാൻ പോകുമ്പോ, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം ഇത്രയുള്ളൂ,
ഞാനിത് വേണമെന്ന് വാശി പിടിച്ചാൽ എൻ്റെ ഭർത്താവ് വല്ലതും കൊണ്ടുപോയി പണയപ്പെടുത്തി പലിശക്ക് പൈസ വാങ്ങി തുഈനുഹു അലാ അംറിൽ ആഖിറ. ദേ സമയമായിട്ടുണ്ട് കേട്ടോ, വാങ്ങ് വിളിച്ചിട്ടുണ്ട് അല്ലേ. ഫാദിലകളോ ഫദീലകളോ മഹദിയകളോ വഫിയകളോ ആലിമത്തുകളോ ഹാഫിളത്തുകളോ ആയ പെൺകുട്ടികളുണ്ടോ? അങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ കാണും. അവരാഗ്രഹിക്കുന്നതിന് അങ്ങനെയാണ്, അങ്ങനത്തെ ഇൽമുള്ള കുട്ടികളെ കല്യാണം കഴിക്കണം. ഇപ്പൊ ബുക്കിംഗ് ആണ്, കുട്ടികളൊന്നും തികയുന്നില്ല. ഇപ്പൊ കല്യാണ ആലോചന വന്നിട്ട് ഇൽമുള്ള മക്കളെ കെട്ടിച്ചു പോവാൻ. മാഷാ അല്ലാഹ്, ആ ഒരു നന്മ നിങ്ങളുണ്ട്. പുരുഷന്മാരോടുള്ള ബാധ്യതയാണത്. നമ്മൾ ഇച്ചിരി ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലെ ആണുങ്ങള് അല്ലേ, ചിലർ പെട്ടെന്ന് ചൂടാവും. മൂക്കത്ത് ശുണ്ഠിയുള്ളവരെന്നൊക്കെ പറയില്ലേ, എന്ത് പറഞ്ഞാലും ചൂടാവും. അങ്ങനത്തെ ആൾക്കാരുണ്ട് നാട്ടിലിഞ്ഞ്. ആര് കൊണ്ടുവന്ന് മധ്യസ്ഥം പറഞ്ഞാലും ഒപ്പര് കേൾക്കൂല. അങ്ങനത്തെ ചില മനുഷ്യന്മാർ ജനമയിലേക്ക് പോകാൻ അള്ളാഹു കാത്ത് രക്ഷിക്കലേക്ക് കൈപിടിക്കണമേ. അവരെ നിങ്ങൾ വെറുപ്പിക്കരുതേ. സ്നേഹം കൊടുത്തുകൊണ്ട് നന്മയുടെ വഴികൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ക്ഷമയോടെ നിങ്ങൾ അവരുടെ കൂടെ നൽകുന്നുണ്ടാകും. ക്കാൻ പറ്റുമെങ്കിലും ഇത് ഒരു വലിയൊരു പരീക്ഷയാണ്. ഒരു മനുഷ്യൻ ആൾക്കാര് വലിയ ഷെയ്ഖുനൊക്കെ ആയിരിക്കാം, വലിയ വലിയ ഹോജയായിരിക്കാം, പക്ഷേ സ്വന്തം വീട്ടിനുള്ളിലെ തൻ്റെ ഭാര്യ പറയണം അയാൾ നല്ല മനുഷ്യനാണ്, എങ്കിലേ അള്ളാന്റെ അടുത്ത് ഇയാൾ നല്ല മനുഷ്യനാകൂ എന്ന് പഠിപ്പിച്ചത് ആരാ? പുണ്യ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പരീക്ഷയാണ്. അപ്പോ ഇതുവരെ ഒച്ചപ്പാടും ബഹളം ചൂടേറ്റ് നടന്ന ആൾക്കാരൊക്കെ ഇന്നു മുതൽ തിരുത്തിക്കോളി. ഇന്നു മുതൽ നല്ല മനുഷ്യനായിട്ടാണ് നമ്മൾ മാറുന്നത്. നമ്മുടെ ഇന്നലെ നമ്മൾ മായ്ച്ചു കളയാണ്. ഇന്നു മുതൽ ഇനി മരിക്കുന്നവരെ ഞാനൊരു നല്ല മനുഷ്യനാ. അപ്പോൾ ഒരു പറയണം, ആ മുട്ടത്തോടിയിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല മനുഷ്യനാ. അതുവരെ ആള് ഭയങ്കര ചൂടനായിരുന്നു, ഇപ്പൊ നന്നായിട്ട്, ഇപ്പൊ ആ ചോടിയെല്ലാം പോയി, ഇപ്പൊ നല്ല ഉഷാറായിട്ടുണ്ട്. ആള് ബമ്പനായിക്കണെന്നല്ലേ പറയല്ലേ കാസർഗോഡ് ഭാഷയില് അല്ലേ? നല്ല ബമ്പനായിക്കണെന്ന് പറയണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സ്വഭാവം നന്നാവുന്നിടത്താണ് നമ്മൾ നല്ല മനുഷ്യരാവുന്നത്. അല്ലാതെ കുറെ അറിവും കുറെ സർട്ടിഫിക്കറ്റും കുറെ സനദും അതും ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ സ്വഭാവം നന്നില്ലെങ്കിൽ? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, ലോകത്തിന്റെ ഗുരു പറയുന്നു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം ഭാര്യയോട് വീട്ടുകാരോട് നന്നായി പെരുമാറുന്നവരാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, സ്വന്തം കുടുംബത്തോട്, അവനവന്റെ കുടുംബങ്ങളിൽ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് ഞാനാണ് എന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നല്ല ഒരു സഹധർമ്മിണിയെ, ജീവിതത്തിൽ നന്മയോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഭാര്യയെ അള്ളാഹു നമുക്ക് നൽകി കഴിഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്. ഇനി അങ്ങനൊന്നും ആയില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്കും മാറാനുള്ള സമയം. അപ്പൊ ഭർത്താവ് പറയും, ഓളും തന്നെ ആ മുട്ടത്തോടിയിലെ പരിപാടി കഴിഞ്ഞതിന്റെ ശേഷം നല്ല സ്വഭാവത്തിലായി. ഇപ്പോ ഈ വേളൊക്കെ ഒന്ന് കുറച്ച് 10 കൊല്ലം മുമ്പ് നടത്തിക്കൂടായിരുന്നു കമ്മിറ്റിക്കാരെ എന്നൊക്കെ ചിലപ്പോൾ അവർ ചോദിച്ചേക്കും പെണ്ണുങ്ങളോട്, നിന്റെ ഈ സ്വഭാവം ഇത്രയും കാലം ഞാൻ സഹിക്കേണ്ടി വന്നില്ലേ? എന്തോ ആകട്ടെ, മുഅ്മിനായ മനുഷ്യൻ നന്മ കേട്ടാൽ ഉടൻ അത് സ്വീകരിക്കുന്ന ആളാണ്. അതാണ് ഇസ്ലാമിന്റെ, ഒരു മുസ്ലിമിന്റെ പ്രത്യേകത. അതാണ് ഒരു നന്മ നാളെ ആവാം മറ്റന്നാളാവാന്ന് പറയരുത്. അത് ഇന്ന് തന്നെ ഈ നിമിഷം നമ്മളത് നടപ്പാക്കുകയാണ്. അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരട്ടെ. കുല്ലു നഫ്സിൻ മിൻ ബനി ആദമ സയ്യിദുൻ, വല്ലാത്തൊരു ഹദീസാണിത്. കുല്ലു നഫ്സിൻ മിൻ ബനി ആദമ സയ്യിദുൻ, മരിക്കുന്ന വീട്ടുകാരൻ അവന് ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവൻ ആ വീടിന്റെ സയ്യിദാണ്, ആ കുടുംബത്തിന്റെ സയ്യിദാണ്. എന്നാൽ വീടിന്റെ സയ്യിദ് ആരാണെന്നറിയുമോ? വൽ മർഅതു സയ്യിദതു ബൈതിഹാ, ഒരു പെണ്ണ് അവളുടെ വീടിന്റെ ഉടമസ്ഥാൻ. പുരുഷന്മാർക്ക് കരച്ചിൽ വരാൻ സമയമെടുക്കും, എന്നാൽ പെണ്ണുങ്ങൾ പെട്ടെന്ന് കരഞ്ഞു പോകുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്. പുരുഷന്മാരുടെ കരുണ ഉള്ളിലാ കിടക്കുന്നത്, അത് പുറത്തേക്ക് കാണാൻ പ്രയാസമാകാം. എന്നാൽ പെണ്ണുങ്ങളുടെ കരുണ അത് ഒഴുകുകയാണ്. ആ സ്നേഹം, തലോടൽ ഒരു വീടിന്റെ മുറ്റത്ത് കയറുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും. ആ വീട്ടുകാര് മക്കളോട് കാണിക്കുന്ന, വീട്ടിലുള്ളവരോട് വരുന്നവരോട് കാണിക്കുന്ന സ്നേഹം, ഈ സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ കഴിയുന്നത് പെണ്ണുങ്ങൾക്ക് കഴിയും, പുരുഷന്മാർക്ക് കഴിയില്ല. ആണും പെണ്ണും ഒന്നാണെന്ന് വിചാരിച്ച് കുറെ സിന്ദാബാദ് വിളിച്ചാൽ ഒന്നാവോ? ആണും പെണ്ണും ഒന്ന്, അവിടെ അങ്ങനെ രണ്ടെണ്ണൊന്നും ഇല്ല, ഒക്കെ ഒന്നാണ്. ഓക്കെ, എന്നിട്ട് ഒന്നുമില്ല.
വേറെ അതിനെപ്പറ്റി ഇനി എന്താ അപ്പുറം പറയാനുള്ളത്? ആണും പെണ്ണും ഒന്ന്, അവിടെ ജെൻഡർ ഈക്വാലിറ്റി വേണം, ന്യൂട്രാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആണും പെണ്ണും അള്ളാഹുവിൻ്റെ കണക്കിൽ ഒരുപോലെയാണ്. രണ്ടാളും വ്യത്യസ്തരാണ്. രണ്ടാൾക്കും രണ്ട് ധർമ്മമാണ് നിർവഹിക്കാനുള്ളത്. രണ്ടാൾക്കും രണ്ട് ഡ്യൂട്ടിയാണ്. അത് സ്വാപ്പ് ചെയ്യരുത്. പുരുഷന്റെ ഡ്യൂട്ടി പെണ്ണും, പെണ്ണിന്റെ ഡ്യൂട്ടി പുരുഷനും ചെയ്യാൻ തുടങ്ങിയാൽ കുടുംബം തകരും. നമ്മുടെ മക്കൾ വഴിയാധാരമാകും. നമ്മുടെ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടാവില്ല. രണ്ടാളും ജോലിക്ക് പോയിട്ട് ശമ്പളം മേടിച്ചു കൊണ്ടുവന്ന് അവരെങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുമെന്നതിലപ്പുറം മക്കൾ, അടുത്ത തലമുറ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയുന്നത് ഒരു പെണ്ണ് ഒരു വീടിന്റെ നേതാവാണ്. ഇതല്ലേ പുണ്യനബി പറഞ്ഞത്? അതിലെന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? ഒരു പെണ്ണൊരു വീടിന്റെ സയ്യിദത്തു ബൈതിഹാ വൽ മർഅതു സയ്യിദത്തു ബൈതിഹാ. ഒരു പെണ്ണ് വീടിന്റെ നേതാവാണ്. അർറജുലു സയ്യിദു അഹ്ലിഹി. ഒരു പുരുഷൻ ഒരു കുടുംബത്തിന്റെ നേതാവാണ്. ആ വീട് നന്നാകുമ്പോഴാണ് ആ കുടുംബം നന്നാകുന്നത്. അപ്പോഴും പുരുഷന്റെ പണി നടക്കണമെങ്കിൽ പെണ്ണിന്റെ ഡ്യൂട്ടി അവിടെ നടക്കണം. അപ്പോഴേ പുരുഷന്റെ നേതൃത്വം അവിടെ ശരിയാവുള്ളൂ. ഇങ്ങനെ രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് നമ്മൾ വന്നത് ഇവിടെ. ആണും പെണ്ണും അള്ളാഹു നിശ്ചയിച്ചത്. ആദം നബിയെയും അവർക്ക് ഭാര്യയായി ഹവ്വാ എന്ന ഉമ്മയെയും അള്ളാഹു ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത് എന്നും പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു, പെണ്ണുങ്ങൾ ശരീരബലം, കായബലം, മസിലുകൾ ഉണ്ടാവില്ല ആണുങ്ങളെ പോലെ. പക്ഷെ ആണുങ്ങൾ ഭയങ്കര കരുത്തുള്ളവരായിരിക്കും. പെണ്ണുങ്ങൾ മനസ്സുകൊണ്ട് കരുത്തുള്ളവരാ നമ്മളെക്കാളും. നമ്മൾ ശരീരം കൊണ്ട് കരുത്തുള്ളവർ. വ്യത്യാസമുള്ളവരുണ്ട് കേട്ടോ. പുരുഷന്മാരെക്കൊള്ളൊക്കെ നല്ല മസിലുള്ള ആരോഗ്യമുള്ള ജിം ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. പിന്നെ പെണ്ണുങ്ങളുടെ അത്ര പോലും ആരോഗ്യമില്ലാത്ത ആണുങ്ങളും ഉണ്ട്. പക്ഷേ ജനറലി സ്പീക്കിംഗ്, നമ്മളൊരു സ്റ്റീരിയോടൈപ്പ് എന്ന് പറയല്ല, മൊത്തത്തിൽ പറയുമ്പോൾ മൊത്തത്തിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാളും ആരോഗ്യത്തിൽ വ്യത്യസ്തരാണ്. ശരീരാരോഗ്യം. പെണ്ണുങ്ങൾ മാനസിക ആരോഗ്യത്തിൽ നമ്മളെക്കാളും മുമ്പിലാണവര്. ഒരുപാട് നന്മകൾ അപ്പുറത്തുണ്ട്, ഒരുപാട് നന്മകൾ ഇപ്പുറത്തുമുണ്ട്. ഈ രണ്ട് നന്മകളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വീട് സന്തുഷ്ടമാകുന്നത്. ആ ഒരു രീതിയിലാണ് ഇസ്ലാം. ഞാൻ നിങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ, വളരെ വിഷമമുണ്ടെങ്കിൽ തന്നെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് രണ്ട് ദുർബലരായ വിഭാഗം ആളുകളെ. ശരീരം ദുർബലരാണവർ, എന്നാൽ അവരുടെ കാര്യം നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾ അവരെ സംരക്ഷിക്കണമേ എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ രണ്ട് വിഭാഗം ആരെന്നറിയുമോ? ഒന്ന് അനാഥരായ മക്കളാണ്, ഉപ്പമാർ മരിച്ചുപോയ മക്കളാണ്, അനാഥകളാണ്, യതീമുകളാണ്, ഓർഫൻസ്. മറ്റൊന്ന് പെണ്ണുങ്ങളാണ്, അൽ മർഅ. ഈ പെണ്ണുങ്ങൾ അവരുടെ ശരീരബലം നിങ്ങളെ പോലെ ഇല്ല എന്നിരിക്കെ അവരെ നിങ്ങൾ അടിക്കുകയോ പ്രഹരിക്കുകയോ വേദനിപ്പിക്കുകയോ അവരെ നിങ്ങൾ അടക്കി ഭരിക്കുകയോ ചെയ്യരുതേ. അവരെ ദുർബലരാണ് ശരീരം കൊണ്ട്, എന്നാൽ മനസ്സുകൊണ്ട് അവർ ശക്തരാണ്. നിങ്ങളാണെങ്കിലോ ശരീരം കൊണ്ട് ശക്തരാണ്. അവരെ പോലെ അല്ല നിങ്ങളുടെ ആരോഗ്യം. അതുപയോഗിച്ച് നിങ്ങളുടെ പെണ്ണുങ്ങളെ വിഷമിപ്പിക്കരുതേ. അവരുടെ കാര്യമാണ് നിങ്ങൾ ഉണർത്തുന്നത്. കൂട്ടത്തിൽ യതീമുകളെയും, വാപ്പമാര് മരിച്ചുപോയ മക്കളെ നിങ്ങൾ നോക്കണേ, സംരക്ഷിക്കണേ. നിങ്ങളുടെ നാടുകളിലെ യതീമുകൾ യതീംഖാനകളിലേക്ക് ഏൽപ്പിച്ചിട്ട് അവരുടെ കാര്യം അവര് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ഒരു കുട്ടിക്ക് ഒരു വാപ്പ മരിച്ചാൽ ആ കുട്ടിക്ക് ഈ ഉമ്മത്തിൽ 100 ആയിരക്കണക്കിന് വാപ്പമാർ ആ കുഞ്ഞിനുണ്ടാവണം. ഒരു വാപ്പയാണ് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതെങ്കിൽ ആ കുഞ്ഞിന് പകരമായി 100 കണക്കിന് ഉപ്പമാർ ഈ നാട്ടുകാരുണ്ടാവണം. യതീമുകളെ നിങ്ങൾ നോക്കണേ, പെണ്ണുങ്ങളെ നിങ്ങൾ നോക്കണേ, അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്നൊരു റബീഉൽ അവ്വലിൽ ഹബീബായ തങ്ങൾ മദീനയിൽ വെച്ച് ലോകത്തോട് വിട പറയുമ്പോൾ നമ്മെ ഏൽപ്പിച്ച വിഷയമാണത്. അതുകൊണ്ട് മുഅ്മിനേ, സച്ചരിതരായ മഹദിമാർ, ഈ ഉമ്മത്തിന് വലിയ വലിയ സംഭാവനകൾ ചെയ്തവരെ നമ്മൾ ഓർക്കുകയാണ്. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജതു വഫാത്തിമ വമർയമു വആസിയ. അഫ്ളലു നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ, സ്വർഗത്തിലേക്ക് വരുന്നവർ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന ഒരു ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവാം,
പക്ഷേ പെണ്ണുങ്ങളിൽ ശ്രേഷ്ഠരായവർ എന്ന ഹദീത്ത് വളരെ പ്രസിദ്ധമാണ്. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗവാസിനികളായ പെണ്ണുങ്ങളിൽ ഏറ്റവും അല്ലാഹു സ്ഥാനം കൊടുത്ത് ആദരിക്കുന്ന 4 പെണ്ണുങ്ങളുണ്ട്. ആരാണെന്നറിയുമോ? അതിലൊന്ന് ഹബീബിന്റെ പുണ്യനബി തങ്ങളുടെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയാണ്. വഫാത്തിമ, ഹബീബിന്റെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. മൂന്നാമത്തേത് ഈസ നബിയുടെ ഉമ്മയായ യേശുക്രിസ്തുവിന്റെ ഉമ്മ എന്ന് നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ പറയുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നത് ഈസ നബിയെയാണ്, ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഈസ പ്രവാചകൻ അലൈഹിസ്സലാം. മഹാനായ പ്രവാചകൻ ഈസാ നബിയുടെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹ. പിന്നെ ഫറോവ എന്ന ഈജിപ്ത് കണ്ട ഏറ്റവും ക്രൂരനായ കൊടിയ കൊലപാതകങ്ങൾ ചെയ്ത പിഞ്ചു മക്കളെ കൊന്നുകളഞ്ഞ ഫറോവ എന്ന ഭരണാധികാരി BC 3-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ ശത്രുവായിരുന്ന മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൈൽ നദിയിലൂടെ അവരുടെ ഉമ്മ വെള്ളത്തിൽ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി കളഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയ ആ ആൾക്ക് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം സത്യസന്ദേശം ഓതി കൊടുക്കാൻ വരുന്നത്. ആ ഫറോവ റംസീസ് 2-ാമനെ ചെങ്കടലിൽ സ്വിസ് ഉൾക്കടലിൽ ഭാഗത്ത് വെച്ച് അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്ത് ഇന്ന് ഈജിപ്തിലെ